ഇപ്പോഴും ലൈവില് ഒരു വഴക്ക് നടന്നിരിക്കുകയാണ്. ഗ്യാങ് വാർ ആണ് കേട്ടോ നടന്നത്. കുരുതി ടീമുകളും അതേപോലെ തന്നെ നമ്മുടെ പട്ടാ ഗേൾസും തമ്മില് വഴക്ക്. കാര്യം കഴിഞ്ഞ കുറെ നേരമായിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാത്രം കഴുകുക എന്ന് വെച്ചാൽ അങ്ങനെ ആ രീതിയിലല്ല, ഇവരുടെ അടുത്ത് അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡീല് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ ഒരു പാത്രം കഴുകൽ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഒരു ഡ്യൂട്ടിയും ചെയ്യണ്ട, ഇത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഡീലുകൾ വെച്ചോണ്ടിരിക്കുകയായിരുന്നു ആദിലയുടെയും പിന്നെ അനുമോളുടെയും ഒക്കെ അടുത്ത്. അപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ടീമിൽ നിന്ന് 3 പേര് 2 പാത്രം വെച്ച് കഴുകണം, അവരും കഴുകും എന്നാണ് പറഞ്ഞത്. ആകുമ്പോൾ ഡ്യൂട്ടി തീർന്നു കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അവര് പറയുന്നതിൽ ശരിക്കും ന്യായമുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇവരുണ്ടാക്കിയ ഫുഡിന്റെ പാത്രം ഇവരാണ് കഴുകേണ്ടത്, അവരുണ്ടാക്കിയ ഫുഡിന്റെ പാത്രം അവർ ഓൾറെഡി കഴുകി വെച്ചു. അപ്പൊ ഇങ്ങനെ 2 അടുക്കള ഉള്ളപ്പോ മനസ്സിലായില്ലേ, ആ രീതിയിലാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവര് ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കഴുകി കഴിഞ്ഞാൽ ഒരു കോർപ്പറേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ഒരു അടിയാവുന്നുണ്ട് കേട്ടോ. കാരണം അവര് സമ്മതിക്കുന്നില്ല, ആര്യൻ അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ പോയി ചെയ്യണം എന്നുണ്ട്, ഇത് നിർബന്ധം പിടിക്കുന്നുണ്ട്, പിന്നെ വഴക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനിടയ്ക്ക് ഷാനവാസിക്ക് ഹോസ്പിറ്റലിലാക്കിയ കേസ് വീണ്ടും വരുന്നുണ്ട്. അപ്പോ ഇത് വഴക്കുണ്ടാക്കിയിട്ടാണ് നെവിനും ആര്യനും അക്ബറും കൂടി ആ ഒരു ഊഞ്ഞാലിന്റെ അവിടെ പോയി ഇരിക്കുന്നത്. ഇവര് അതും ഇതൊക്കെ പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കുകയാണ്. ഞങ്ങൾ കൊല്ലാൻ നോക്കിയിട്ടില്ല, ഞങ്ങളെ ഹോസ്പിറ്റലിലാക്കാൻ നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ പോയി ഇരുന്നിട്ട് അക്ബർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പ് രാഷ്ട്രീയക്കാരുടെ പോലെ മുതലെടുപ്പ് നടത്തുകയാണെന്നാണ് അക്ബർ പറയുന്നത്. എന്നുവെച്ചാൽ വെറും മുതലെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാദിലയും നൂറയും അനുമോളും ഇവര് 3 പേരും പട്ടാ ഗേൾസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചീപ്പ് മുതലെടുപ്പാണെന്നാണ് പറയുന്നത്. ഇത്ര ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. കാരണം ഇത് ലൈവിനകത്ത് ഇങ്ങനെ ആവർത്തന വിരസത ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 6 പേര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ചെളി വാരി പൊത്തി ഭയങ്കര നെഗറ്റിവിറ്റിയാണ് ഇത് കണ്ടിരിക്കാൻ തന്നെ കേട്ടോ. ഇത് വല്ലാത്ത രീതിയിലുള്ള നെഗറ്റീവാണ്. ഷാനവാസ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, കൂടെ ഇവരുടെ വഴക്ക്, ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ ഒരു രസമില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഗ്യാങ് വാർ പോലെ ചുമ്മാ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി പൊത്തിയുള്ള ഒരു വഴക്ക്, അത്രേ ഉള്ളൂ. ഇപ്പൊ ലൈവിൽ നോക്കിയപ്പോഴത്തേക്കും ആദിലയും അനുമോളും കിച്ചണിൽ പോയി നിന്ന് പാത്രം കഴുകുന്നുണ്ട്. അവര് വലിയ പാത്രങ്ങൾ കഴുകാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, മേ ബി അവര് പാത്രം കഴുകാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും അനുമോളും ആദിലയും കൂടിയാണ് പോകുന്നത്, നൂറ ഇല്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും